ഒണ്ടേറിയോയിലെ ബ്രാൻഫോർഡ് എന്ന് പറയുന്ന സിറ്റിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് ഇതൊന്നല്ല, ബെൽ ഹോംസ്റ്റെഡ് എന്നാണ് ഇതിന്റെ പേര്. കാനഡയിലെ ഒരു ഹിസ്റ്റോറിക് സൈറ്റ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ അഡ്രസ്സ് ആണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അലക്സാണ്ടർ ഗ്രഹാം ബെൽ, നമുക്കറിയാം ടെലിഫോൺ ഇൻവെന്റ് ചെയ്ത ആളാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ പിതാവിന്റെ വീട്, അച്ഛന്റെ വീടാണ് നമ്മൾ എന്റെ പുറകിൽ കാണുന്നത്. ഈ വീട്ടില് പലപ്പോഴും അലക്സാണ്ടർ ഗ്രഹാം ബെൽ വരെയും റെസ്റ്റ് എടുക്കാനും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. മിക്കപ്പോഴും അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് എങ്ങനെ ഒരു ടെലിഫോൺ ഒരു വോയിസ് ട്രാൻസ്മിഷൻ നടത്താം എന്നതിനെ പറ്റി ആലോചിക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1874 ഈ വീട്ടിൽ വെച്ചാണ് എങ്ങനെ വോയിസ് ട്രാൻസ്മിഷൻ ചെയ്യാം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ടെലിഫോണിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ചത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം 1876 ഓഗസ്റ്റ് 3-ാം 4-ാം ഈ വീടിന്റെ മുൻപിൽ വെച്ച് ആളുകള് പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ ഇൻവെൻഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 കിലോമീറ്റർ ഇവിടെ നിന്ന് അകലെയുള്ള പാരീസ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റിയിലേക്ക് ലോങ് ഡിസ്റ്റൻസ് കോൾ ചെയ്തിട്ടാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ ഇൻവെൻഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. അതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾ എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ ആദ്യത്തെ ഈ ലോങ് ഡിസ്റ്റൻസ് കോൾ ചെയ്തത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് കോൾ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരിക, സന്ദർശിക്കുക. ബ്രാൻഫോർഡ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്.